ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിവിടെ പറയുന്ന കഥയുടെ പേര് സ്വാർത്ഥതയുടെ ഫലം. ഒരിക്കൽ പക്ഷികളുടെ രാജാവ് പ്രജകളുമായി ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ ചെന്നു. അവർ ഒരു വലിയ മരത്തിൽ താവളമിട്ടു. ഭക്ഷണം എവിടെ കിട്ടുമെന്ന് കണ്ടുപിടിച്ച് എത്രയും വേഗം വിവരം എത്തിക്കുക രാജാവ് പക്ഷികളോട് ആജ്ഞാപിച്ചു. പക്ഷികൾ നാലുപാടും പറന്നു. കൂട്ടത്തിൽ കൗശലക്കാരനും ദുരാഗ്രഹിയുമായ ഒരു കുഞ്ഞു കിളിയുമുണ്ടായിരുന്നു. അവൻ മലയടിവാരത്തിലൂടെ പോകുന്ന ഒരു പാതയിൽ പലതരത്തിലുള്ള ധാന്യങ്ങൾ ചിതറിക്കിടക്കുന്നത് കണ്ടു. അതിലൂടെ ധാന്യങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു വീണവയായിരുന്നു അവ. കുഞ്ഞുകിളിക്ക് സന്തോഷമായി. ജീവിതകാലം മുഴുവനും സുഖിച്ചു ജീവിക്കാനുള്ള ഭക്ഷണം ഇവിടുന്ന് കിട്ടും. പക്ഷേ കൂട്ടുകാർ അറിഞ്ഞാൽ അവരും ഇത് പങ്കുവയ്ക്കും. അപ്പോൾ തൻ്റെ വിഹിതം കുറയും. അതേസമയം ഈ വിവരം രാജാവിൽ നിന്ന് മറച്ചു വയ്ക്കാനുമാകില്ല. തനിക്കു മാത്രം ഈ സൗഭാഗ്യം അനുഭവിക്കാൻ എന്താണ് ഒരു വഴി? കിളി ആലോചിച്ചുകൊണ്ട് തിരിച്ചു പറന്നു. അവൻ തൻ്റെ താവളത്തിൽ എത്തുമ്പോഴേക്കും മറ്റുള്ളവരും അവിടെ എത്തിച്ചേർന്നിരുന്നു. അവരുടെ ആരുടെയും മുഖത്ത് സന്തോഷമുണ്ടായിരുന്നില്ല. കാരണം അവർക്കാർക്കും ഭക്ഷണം കിട്ടുന്ന സ്ഥലം കണ്ടെത്താനായിരുന്നില്ല. ഭക്ഷണം കിട്ടുന്ന സ്ഥലം ആരൊക്കെ കണ്ടുപിടിച്ചു? രാജാവ് ചോദിച്ചു. അവിടമാകെ നിശബ്ദത പരന്നു. അപ്പോൾ കുഞ്ഞുകിളി മാത്രം എഴുന്നേറ്റ് നിന്നു തല ഉയർത്തി. മഹാരാജാവേ, താഴ്വരയിൽ വിശാലമായ ഒരു പാതയുണ്ട്. അതിൽ ധാരാളം ധാന്യമണികൾ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു. അവ ധാന്യങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്നതാണ്. ആ വാർത്ത കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. നമ്മൾ രക്ഷപ്പെട്ടു, പക്ഷികൾ സന്തോഷത്തോടെ പരസ്പരം പറഞ്ഞു. തൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടി ധാന്യം തിന്നാൻ പുറപ്പെടുകയാണെങ്കിൽ പിന്നെ തനിക്ക് തിന്നാൻ കുറച്ചു മാത്രമല്ലേ ഉണ്ടാകൂ എന്ന ചിന്ത കുഞ്ഞുകിളിയെ അസ്വസ്ഥനാക്കി. പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ ഒരു അടവ് തോന്നി. പക്ഷേ അവിടെ തിന്നാൻ പോകുന്നതിൽ ഒരു അപകടമുണ്ട്. അതിലൂടെ രഥങ്ങളും കുതിരവണ്ടികളും ആനകളുമൊക്കെ അതിവേഗം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നുണ്ട്. ചെറിയൊരു അശ്രദ്ധ മതി അപകടം പറ്റാൻ. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ആലോചിക്കുന്നത് നല്ലതാണ്, കുഞ്ഞുകിളി പറഞ്ഞു. രാജാവിന് ആ അഭിപ്രായം ശരിയാണെന്ന് തോന്നി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, അപകട സാധ്യത ഒഴിവാക്കി ജീവിക്കുന്നതാണ് ബുദ്ധി. നമുക്ക് അങ്ങോട്ട് പോകണ്ട, മറ്റൊരിടം തേടാം. കുഞ്ഞുകിളിക്ക് സന്തോഷമായി. ഇനി തനിക്ക് ഒറ്റയ്ക്ക് അത്രയും ധാന്യങ്ങൾ തിന്നാമല്ലോ. പിറ്റേന്ന് തൊട്ട് കുഞ്ഞുകിളി കൂട്ടത്തിൽ നിന്ന് മാറി താഴ്വരയിലെ വീഥിയിൽ ചെന്ന് കൊത്തിപ്പെറുക്കി തിന്നാൻ തുടങ്ങി. ചിതറിക്കിടക്കുന്ന ധാന്യമണികൾ അവനെ ഉന്മത്തനാക്കി. മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ തീറ്റ മാത്രമായി അവൻ്റെ ലക്ഷ്യം. ഒരു ദിവസം എല്ലാ കിളികളും ചേക്കേറിയിട്ടും കുഞ്ഞുകിളിയെ മാത്രം കണ്ടില്ല. എല്ലാവർക്കും വിഷമമായി. അവർ അവനെ തേടിയിറങ്ങി. ഒടുവിൽ താഴ്വരയിലൂടെ പോകുന്ന പാതയുടെ നടുവിൽ വണ്ടിച്ചക്രം കയറി മരിച്ച നിലയിൽ കുഞ്ഞുകിളിയെ കൂട്ടുകാർ കണ്ടെത്തി. കഷ്ടം, അപകട സൂചന തന്ന് ഈ കിളി നമ്മളെ ഇവിടുന്ന് അകറ്റി നിർത്തി. സത്യത്തിൽ അവനെ അതിനു പ്രേരിപ്പിച്ചത് എല്ലാം ഒറ്റയ്ക്കു തിന്നാനുള്ള അവൻ്റെ അത്യാഗ്രഹമായിരുന്നു. ഒരു വയറു നിറയാൻ എത്ര ധാന്യം വേണമെന്ന് അവൻ ഓർത്തില്ല. എല്ലാവർക്കും ഇതൊരു പാഠമാണ്, രാജാവ് മറ്റു കിളികളോട് പറഞ്ഞു. പക്ഷികളുടെ രാജാവ് ബോധിസത്വനായിരുന്നു. ഞാൻ ഈ പറഞ്ഞ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത കഥയുമായി പുതിയ വീഡിയോയിൽ കാണാം.